ഡൽഹി സ്ഫോടനത്തിൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ നമുക്ക് ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ കാറ് ഏറെ നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കല്ലേ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ സ്ഫോടനം നടന്ന് 4-5 ദിവസത്തിനുള്ളിൽ ഇൻറ്റൻസീവായ അന്വേഷണങ്ങൾ, അതിൽ നിന്ന് ലഭിച്ച ആദ്യ സൂചനകൾ വളരെ വലിയൊരു വിപത്ത് ഒഴിഞ്ഞുപോയി എന്ന ഒരു നിഗമനത്തിലെത്താൻ അന്വേഷണ ഏജൻസികളെ സഹായിച്ചു. ആ വിപത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല. ഇപ്പോൾ ഒരു ചെറിയ സ്ഫോടനമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയെ പിടിച്ചുലച്ചു എന്ന് പറയുമ്പോഴും 13 പേരുടെ മരണത്തിന് കാരണമായ ഒരു ചെറിയ സ്ഫോടനം, ഒരു കാർ ബോംബ് സ്ഫോടനം. പക്ഷെ അങ്ങനെ നിരവധി കാർ സ്ഫോടനങ്ങൾ, മിനിമം 32 കാർ സ്ഫോടനങ്ങളെങ്കിലും ആസൂത്രണം ചെയ്യപ്പെട്ടു എന്നത് 32 കാറുകൾ വാങ്ങാനുള്ള തീരുമാനം. ആ തീരുമാനവുമായി മുന്നോട്ട് പോയി പണം സ്വീകരിച്ചു, പണം സമാഹരിച്ചു. അത് നമുക്കറിയാം. അതൊന്ന്. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, അത് 380 കിലോഗ്രാമോളം അമോണിയം നൈട്രേറ്റ് ആണ്. പിന്നെ മറ്റ് സ്ഫോടക സാമഗ്രികൾ. അങ്ങനെ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ അത്രയും പിടിച്ചെടുക്കുകയാണ്. കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നു. ചെറിയൊരു ക്വാണ്ടിറ്റി, അതിൽ നിന്നെടുത്ത ഒരു ചെറിയ ക്വാണ്ടിറ്റി, കേവലം 2 കിലോഗ്രാമാണ് നൗഗാം പോലീസ് സ്റ്റേഷനിൽ, അത് ജമ്മു ആൻഡ് കശ്മീരിലെ നൗഗാം എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആകസ്മികമായി പൊട്ടിത്തെറിച്ചത്. അവിടെ ഉണ്ടായത് ഭീമമായ സ്ഫോടനമാണ്. അവിടെ 2900-3000 കിലോഗ്രാം ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ, സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് സമാന്തരമായി പല സ്ഫോടനങ്ങൾ, അതാണ് ഒരു സൂചന. 2 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ ആനിവേഴ്സറി, അവിടെ ഡൽഹിയിലും മറ്റ് പല ഇടങ്ങളിലും, ചെങ്കോട്ട ഉൾപ്പെടെ ഇടങ്ങളിൽ സ്ഫോടനം എന്ന സൂചനയാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ആദ്യ പടിയിൽ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന 2 വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതിലൊന്ന്, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആകാശമാർഗം പറത്തിവിടാവുന്ന ലഘു വിദൂര നിയന്ത്രണ വിമാന സംവിധാനങ്ങൾ പോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇംപ്രവൈസ് ചെയ്ത് മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് മാതിരിയാക്കി ആ ഡ്രോണുകളിൽ വലിയ രീതിയിൽ ഈ പറയുന്ന രാസവസ്തു നിറച്ചുകൊണ്ട് ആക്രമണം. ഈ മെത്തേഡ് പെർഫെക്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യം സിറിയയിലെ ആഭ്യന്തര കലാപകാരികളാണ് കഴിഞ്ഞ ഏതാനും വർഷം മുൻപ്. പിന്നീട് ഈ ഒക്ടോബർ 7, 2023 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 100 കണക്കിന് ഡ്രോണുകളും മൊളോട്ടോവ് കോക്ടെയിലുകളും ചെറു റോക്കറ്റുകളും ഒക്കെയാണ് പാഞ്ഞത്. സമാനമായ രീതിയിൽ ഡ്രോണുകളെ രൂപപരിവർത്തനം നടത്തി മിസൈലുകളാക്കി ഉപയോഗിക്കാനുള്ള ഹ്രസ്വദൂര ഈ ഹമാസ് ഉപയോഗിച്ച അതേ മാതൃകയിൽ, അത് പാനിക് സിറ്റുവേഷൻ ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്താകമാനം സമാന്തരമായി ഇത്രയും സ്ഫോടന വസ്തുക്കൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്ന ഒരു നിഗമനത്തിലാണ്. അത് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു വാർത്തയാണ്. ആ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അത് മാത്രമല്ല, ഈ പിടിയിലായ ഷഹീൻ എന്ന ലേഡി ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഞ്ചാര പഥങ്ങൾ, മുഹമ്മദ് നബി, അതായത് ഉമ്മർ നബി, അദ്ദേഹം അയാളാണല്ലോ പൊട്ടിത്തെറിച്ചത്, അയാളുടെ സഞ്ചാര പഥം ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ തുർക്കി എന്ന രാജ്യത്ത് പല പ്രാവശ്യം അവർ സഞ്ചരിച്ചിരിക്കുന്നു. ദ ലേഡി ഡോക്ടർ ഷഹീദ ഷഹീൻ സൗദി അറേബ്യയിൽ 2 വർഷം ജോലി ചെയ്ത് താമസിച്ച് ഒരുക്കങ്ങളിലായിരുന്നു. തുർക്കി ബന്ധം, സൗദി ബന്ധം, മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാം ഇപ്പോൾ പതിയെ അനാവരണം ചെയ്യപ്പെടുകയാണ്, ചുരുൾ നിവർന്ന് വരികയാണ്. എന്താണ് തുർക്കിക്ക് കാര്യം? ഡ്രോണുകൾ ഏറെ നൽകി പാകിസ്ഥാനെ സഹായിച്ചത് തുർക്കിയാണ്. ഓർക്കണം, ഓപ്പറേഷൻ സിന്ധൂർ സമയത്തെ തുർക്കിയുടെ ആക്റ്റീവ് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. തുർക്കിയുടെ 2 കപ്പലുകൾ പാകിസ്ഥാന്റെ തീരത്ത് നങ്കൂര വിട്ടതുമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ തൊട്ട് സമീപ സമയങ്ങളിൽ. തുർക്കിയുടെ പരസ്യമായ ഒരു പിന്തുണ കാശ്മീർ വിഘടനവാദികൾക്കുണ്ട്. അത് ജയ്ഷെ മുഹമ്മദ് ആണെങ്കിലും, ഹർക്കത്തുൽ മുജാഹിദീൻ ആണെങ്കിലും, ലഷ്കർ ഇ തൊയ്ബ ആണെങ്കിലും ടർക്കിയുടെ പിന്തുണയുണ്ട്. ടർക്കിയും പാകിസ്ഥാനും തമ്മിൽ ഏറെ അടുത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ സംശയത്തിൻ്റെ മൂലം ഈ പ്ലോട്ട് ഹാച്ച് ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ തുർക്കിയിലാണ് എന്ന ഒരു നിഗമനം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രാന്തര സ്വഭാവമുള്ള ഒരു വൻപൻ ശൃംഖല ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനായി
പ്രവർത്തിച്ചിരുന്നു. അതിനായി അവർ തിരഞ്ഞെടുത്ത മെത്തേഡാണ് 2 കാര്യങ്ങൾ. ഒന്ന്, നൂതനമായ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിക്കുക. അവിടാണ് TAPT എന്ന് പറയുന്ന പുതിയൊരു സ്ഫോടന വസ്തു. അത് വളരെ അൺസ്റ്റേബിൾ ഒരു കെമിക്കൽ കമ്പൗണ്ടാണ്. അതായത് സാധാരണ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ മർദ്ദം കൂടുതൽ വന്നാലും താപനിലയിൽ വേരിയേഷൻ വന്നാലും എന്തെങ്കിലും ഘർഷണമുണ്ടായാലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഡിറ്റൊനേറ്ററുകൾ ആവശ്യമില്ലാതെ, പൊട്ടിത്തെറിക്കാൻ സാധാരണ ഡിറ്റൊനേറ്റേഴ്സ് ആവശ്യമുണ്ട്, ട്രിഗർ ആവശ്യമുണ്ട്, ഒന്നുമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന സംവിധാനമാണ്. അത് ഉപയോഗിക്കാനുള്ള തീരുമാനം. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അത് മാത്രമല്ല, ഏറ്റവും അതിന് പറയുന്ന മദർ ഓഫ് സൈറ്റൻ, സാത്താൻ്റെ മാതാവ് എന്നാണ് പറയുന്നത് ഈ കെമിക്കലിനെ. അപ്പം അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഡിസൈഫർ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപയോഗിച്ച് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. 1. 2, അവരുടെ ഒരു രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ്റെ സൈന്യമോ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഭീകരന്മാരോ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുക, കാശ്മീരിൽ അസ്ഥിരത ഉണ്ടാക്കുക, അതായിരുന്നു രീതിശാസ്ത്രം. ഇപ്പോൾ അങ്ങനെയല്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കൃത്യമായൊരു സൂചന ഇന്ത്യ കൊടുത്തു. ഇനി മുതൽ എനി ആക്ട് ഓഫ് ടെറർ അഗൻസ്റ്റ് ഇന്ത്യ will be treated as a war against India by Pakistan and also it will be retaliated. വ്യക്തമായ താക്കീതാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നുഴഞ്ഞു കയറുന്നതിന് ഭയപ്പാടുണ്ട് പാകിസ്ഥാന്. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഹോം ഗ്രോൺ ടെറർ. ആഭ്യന്തരമായി ഇന്ത്യക്കുള്ളിൽ തന്നെ വളർത്തിയെടുക്കുന്ന, ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുന്ന ടെറർ മൊഡ്യൂളുകൾ. അതാണ് അൽഫിലാൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഡോക്ടർമാരുടെ ഒരു സംഘം. ആരും സംശയിക്കില്ലല്ലോ. അപ്പം സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളാണ് ഡോക്ടേഴ്സ്. അവരെ കേന്ദ്രമാക്കി ഹൈലി പ്രൊഫഷണൽ ആളുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സ് പൂർണ്ണമായി സജ്ജമാണ്. അസജ്ജമാണെന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നൊരു വീഡിയോ. അതായത് കൊല്ലപ്പെട്ട തീവ്രവാദി ഡോക്ടർ, അയാളുടെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ചാവേർ സ്ഫോടനം നടക്കുന്നത്? ഇതൊരു ട്യൂഷൻ ക്ലാസ് പോലെയാണ്. കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ ചാവേർ സ്ഫോടനം നടത്താം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം, എന്തുകൊണ്ട് അത് അനിവാര്യമാണ്, ചില സമയത്തൊക്കെ അത് അനിവാര്യമാണ്. അങ്ങനെ ഉമർ നബിയുടെ ഒരു സ്റ്റഡി ക്ലാസ്സാണ്. നല്ല ഒന്നാന്തരം ഇംഗ്ലീഷിൽ. അപ്പം ഇയാൾക്ക്, ഈ തീവ്രവാദിക്ക് വിദേശത്ത് പഠിക്കാനോ വിദേശികളുമായി നല്ല ബന്ധമുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. ദ ക്വാളിറ്റി ഓഫ് ഇംഗ്ലീഷ് യൂസ്ഡ് വാസ് എക്സ്ക്വിസിറ്റ്. അപ്പം നല്ല ഒന്നാന്തരം ഭാഷാശുദ്ധിയോടുകൂടി വെസ്റ്റേൺ ആക്സെൻറ്റിലാണ് അയാളത് പറയുന്നത്. അപ്പം ആ ഒരു കാര്യമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് അത്ര നിർദോഷമായി അല്ലെങ്കിൽ ഏതോ ഒരു ഭാഗത്ത് മാത്രം ആകസ്മികമായി സംഭവിച്ച ഒരു ഇടപാട് എന്നല്ല. ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ വർഷങ്ങളായുള്ള പ്രവർത്തനം നടക്കുന്നു. ഇന്ത്യക്കുള്ളിൽ നിരവധി സ്ലീപ്പർ സെല്ലുകളും മോഡ്യൂളുകളും പ്രൊഫഷണലുകളുടെ, ഇപ്പോൾ ഡോക്ടേഴ്സാണ്, വേറെ വിഭാഗങ്ങൾ കാണാം, അധ്യാപകർ കാണാം, എഞ്ചിനീയേഴ്സ് കാണാം, ടെക്നീഷ്യൻസ് കാണാം. അതുകൊണ്ട് ഇന്ത്യയിൽ ടെക്നീഷ്യൻസിന് കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഹൈ ബ്രെയിൻ, ഹൈ IQ കണ്ടന്റ്, അതിനെ അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട്, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് തീവ്രവാദത്തിന് വേണ്ടി, ഭീകരതയ്ക്ക് വേണ്ടി, ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ കാര്യമാണ് ഇപ്പോൾ ഒന്നൊന്നായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അറസ്റ്റുകൾ ഇനി ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അന്വേഷണം, NIA അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നത്. ചാർജ് ഷീറ്റുകൾ സമർപ്പിക്കപ്പെടും. അപ്പോൾ മാത്രമേ ഇതിൻ്റെ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിയിൽ വരുന്നത് ആ സമയമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.